ശത്രു റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഹൈപ്പർസോണിക് മിസൈൽ. ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച കപ്പൽ വേധ മിസൈൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അനാച്ഛാദനം ചെയ്യും. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ മറ്റൊരു കുതിച്ചുചാട്ടമാണിത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO നിർമ്മിച്ച ആദ്യ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈലാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശനത്തിന് ഒരുങ്ങുന്നത്. ഏകദേശം 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈലാണിത്. ഹൈപ്പർസോണിക് ആയതിനാൽ ശത്രു റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് ഈ മിസൈലിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. ഉയർന്ന എയറോ ഡൈനാമിക് കാര്യക്ഷമതയാണ് ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈലിന്റെ മറ്റൊരു സവിശേഷത. ഖര ഇന്ധന ബൂസ്റ്ററിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ് മിസൈൽ ഉപയോഗിക്കുന്നത്. ഇത് പേലോഡിനെ ഹൈപ്പർസോണിക് വേഗതയിലേക്ക് ത്വരിതപ്പെടുത്തുകയും മാനുവറിംഗ് ഗ്ലൈഡ് ഘട്ടത്തിലേക്ക് വിടുകയും ചെയ്യുന്നു. ഇന്ത്യൻ പ്രതിരോധ സ്രോതസ്സുകൾ പ്രകാരം ഈ സിസ്റ്റത്തിന് കുറഞ്ഞത് 1500 കിലോമീറ്റർ ദൂരപരിധിയുണ്ടെന്ന് പരീക്ഷിച്ചതായും നാവികസേന, വ്യോമസേന, കരസേന എന്നിവ ഉപയോഗിക്കുന്നതിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും പറയുന്നു. കൂടാതെ ആഗോള സുരക്ഷാ പരിസരം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വ്യോമവും ബഹിരാകാശവും ഉൾപ്പെടുന്ന മേഖലകൾ ലോകരാഷ്ട്രങ്ങളുടെ തന്ത്രപരമായ ചിന്തയുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. പരമ്പരാഗത സൈനിക ശക്തി മാത്രം ഇനി മതിയാകില്ലെന്ന തിരിച്ചറിവാണ് രാജ്യങ്ങളെ പുതിയ തലമുറ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് നയിക്കുന്നത്. അമേരിക്ക ഗോൾഡൻ ഡോം എന്ന പേരിൽ പ്രഖ്യാപിച്ച സമഗ്ര വ്യോമ മിസൈൽ പ്രതിരോധ കവചം ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഏകദേശം $175 ബില്യൺ പ്രാരംഭം ചെലവിൽ രൂപപ്പെട്ട ഈ പദ്ധതി ഉയർന്നുവരുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ, ഡ്രോൺ കൂട്ടങ്ങൾ, ബഹിരാകാശ അധിഷ്ഠിത ഭീഷണികൾ എന്നിവയെ നേരിടാനുള്ള അമേരിക്കയുടെ ദീർഘകാല ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇതോടൊപ്പം യൂറോപ്പ്, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളും അവരുടെ സ്വന്തം വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനം അതിവേഗം നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആഗോള പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും തന്റെ വ്യോമ പ്രതിരോധ ചട്ടക്കൂട് പുനർവിചിന്തനം ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള വിലയിരുത്തലുകളിൽ ഇന്ത്യൻ വ്യോമാതിർത്തികളെ സംരക്ഷിക്കുന്നതിനൊപ്പം ശത്രുവിന്റെ ആക്രമണശേഷി തന്നെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരു ശക്തമായ ബഹുതല പ്രതിരോധ സംവിധാനത്തിന്റെ ആവശ്യകത വ്യക്തമായി ഉയർന്നു. ഇതിന്റെ ഫലമായാണ് മിഷൻ സുദർശൻ ചക്ര എന്ന ദേശീയ സംരംഭത്തിന്റെ പ്രഖ്യാപനം. രാജ്യവ്യാപകമായി സംയോജിപ്പിച്ച ഒരു വ്യോമ മിസൈൽ പ്രതിരോധ വാസ്തുവിദ്യ സൃഷ്ടിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ കേന്ദ്ര ലക്ഷ്യം. ഇതിനകം തന്നെ ഇന്ത്യയുടെ കൈവശമുള്ള ആകാശ് NG-S-400 പോലുള്ള സംവിധാനങ്ങൾ ഈ ദർശനത്തിന്റെ ഭാഗമായി കൂടുതൽ ഫലപ്രദമായി ഏകോപിപ്പിക്കപ്പെടുകയാണ്. അതോടൊപ്പം ഭാവിയിൽ ബഹിരാകാശത്തേക്ക് വരെ വ്യാപിച്ചേക്കാവുന്ന സംഘർഷങ്ങളെ മുൻകൂട്ടി കണക്കിലെടുത്ത് റഷ്യയുടെ അടുത്ത തലമുറ S-500 വ്യോമ പ്രതിരോധ സംവിധാനം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചും ഇന്ത്യ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രം ദീർഘദൂരവും ഉയർന്ന തലത്തിലുള്ള ഭീഷണികളേക്കും വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറച്ച് തദ്ദേശീയ ശേഷി വികസിപ്പിക്കുക എന്നതും ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലെ പ്രധാന തൂണാണ്. ഈ ദിശയിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന കൈവരിച്ച മുന്നേറ്റങ്ങൾ ശ്രദ്ധേയമാണ്. പരമ്പരാഗത വെടിമരുന്നുകൾ ഉപയോഗിക്കാതെ നേരിട്ട് ഊർജ്ജം ഉപയോഗിച്ച് വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഡയറക്റ്റഡ് എനർജി വെപ്പൺ സംവിധാനങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് 20 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, വിമാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിടുന്ന ലേസർ അടിസ്ഥാനമാക്കിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയുടെ സാങ്കേതിക കുതിച്ചുചാട്ടത്തെ വ്യക്തമാക്കുന്നു. DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 300 കിലോവാട്ട് ക്ലാസ് ഹൈ എനർജി ലേസർ ആയുധ സംവിധാനം ഈ ശ്രമങ്ങളുടെ കേന്ദ്ര കഥാപാത്രമാണ്. ഹൈബ്രിഡ് ഇലക്ട്രിക്കലി ഡ്രൈവ്ഡ് ഗ്യാസ് ലേസർ ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയ ഈ സംവിധാനം ഉയർന്ന കാര്യക്ഷമതയും മികച്ച ഭീം ഗുണനിലവാരവും സ്കേപ്പബിലിറ്റിയും വാഗ്ദാനം ചെയ്യുന്നു. നിലവിലെ പരീക്ഷണങ്ങൾ പ്രകാരം 20 കിലോമീറ്ററിലധികം ദൂരത്തിൽ പോലും കൃത്യമായ ഇടപെടൽ സാധ്യമാക്കാൻ ഇതിന് കഴിയും. ഭാവിയിൽ കൂടുതൽ ശക്തമായ മെഗാവാട്ട് ക്ലാസ് ലേസർ സംവിധാനങ്ങളിലേക്കുള്ള വഴി തുറക്കുന്നതും ഇതേ സാങ്കേതിക സമീപനമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.